വായോ ഇങ്ങോട്ട്. ഹലോ ഗൈസ്, ബാക്ക് ടു മൈ ചാനൽ. അവൻ ഇന്നൊരു വീക്കെൻഡ് വന്നിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ കറാമയ്ക്ക് പോവാണ് ഗൈസ്. അങ്ങനെ ഞാൻ ദുബായ് വന്നിട്ട് 1 ഇയർ കഴിഞ്ഞിരിക്കുകയാണ്. 1 ഇയർ ആയിക്കാണ്. അപ്പോൾ ദുബായ് വന്ന് എത്ര പെട്ടെന്നാ 1 ഇയർ ആയത്. 1 ഇയർ പോയതന്നെ അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ കുറേ മൊയ്തകളുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് 1 ഇയർ പോണത് മനസ്സിലാവൂല. നിങ്ങൾക്ക് സമയം പോകണമെന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് സമയം പോണെങ്കിൽ ഇതിനെ ഞാൻ എന്താ അതിന് പറയാ, ഗിവ് അവേ കൊടുക്കാൻ പോവുകയാണ്. സോറി ഗൈസ്, ഞാൻ ബിസി ആയിരിക്കും. ഗിവ് അവേ വേണ്ടവർക്ക് ഇന്റെ DM-ൽ മെസ്സേജ് ആക്കാം. എന്നെ മെൻഷൻ ചെയ്യുക, അല്ല എന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യുക, കമന്റ് ചെയ്യുക. മൊയിന്താരാണെന്ന് ഇവളാണോ ഞാനാണോ, ഇവളെ ഞാൻ നിങ്ങൾക്ക് ഗിവ് അവേ തരാം, കൊണ്ടുപോയിക്കോ. ഇവളെ ഞാൻ ഗിവ് അവേ കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പെട്ടെന്ന് സമയം പോകുന്ന ഒരു ഉപദ്രവമാണ്. അല്ല സോറി, ഉപദ്രവമല്ല, ഉപകരണം. എന്ത് ദൈവമേ, ഉപകരണമാണ്. അപ്പൊ വേണ്ടവർ കമന്റ് ചെയ്യുക. അങ്ങനെ ദുബായ് വന്നിട്ട് ഒരു 1 ഇയർ ആയി. ഒരുപാട് നല്ല കാര്യങ്ങളും നടന്നിട്ടുണ്ട്, മോശം കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഒരു ഇറക്കുണ്ടെങ്കിലല്ലേ ഉയരണ്ടാവുക. ഞാൻ വിചാരിച്ചു ഞാനാണ് മോശം എന്ന് പറയാൻ പോവുക. ഇതും ഒരു മോശത്തിൽ പെട്ടതാണ്. ഞാൻ നേരത്തെ കാണിച്ചെന്ന റെസ്റ്റോറന്റ് ഞാൻ ഫസ്റ്റ് ദുബായ് വന്നിട്ട് കഴിച്ച ഹോട്ടലാണ്. ഇപ്പൊ നല്ല കച്ചവടമാണ് ഇപ്പൊ അവിടെ. അതെ അതെ. പിന്നെ എന്താ പറയാ, ദുബായ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോ ഈ വ്ളോഗ് ചെയ്യുന്നത് 1 ഇയറിന്റെ ഒരു ചെറിയൊരു സെലിബ്രേഷൻ ആണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഫുഡ് എപ്പോഴും കഴിക്കും, സെലിബ്രേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അതെ. പിന്നെ നാട് ഒരുപാട് മിസ് ചെയ്തിരുന്നു. വീടും എൻ്റെ ബെഡ്റൂമും ഉമ്മാനെ, ഹാഷിമിനെ, പിന്നെ കുറേ കല്യാണങ്ങളൊക്കെ മിസ് ചെയ്തിരുന്നു. കല്യാണമാണോ മിസ് ചെയ്യുന്നത്, അതോ നീ ഫുഡ് കഴിക്കുന്നതാണോ മിസ് ചെയ്യുന്നത് തള്ളേ? കല്യാണച്ചോറും, നമ്മളുടെ അവിടെ കല്യാണച്ചോറ്, റാവുത്തർ ബിരിയാണിയും അത് ഞാൻ ഒരുപാട് മിസ് ചെയ്തിരുന്നു. ശരി. ദുബായ് വന്നിട്ട് എനിക്ക് കിട്ടിയ ഒരു മുതലാണ് പ്രീതു എന്നെ കുട്ടിയെ വിളിക്കും, ഞാൻ ഇവളെ തള്ളയെ വിളിക്കും. അങ്ങനെ ഒരു തമ്മിലുള്ള ഒരു ബന്ധമാണ്. അതന്നെ. ഇനിയിപ്പോ നമ്മൾ പറയുന്നത് ഒരാളും കൂടി നമ്മളുടെ ഇടയിൽ വരാനുണ്ട്, ആര്യ മുമ്പത്തെ വ്ളോഗിലൊക്കെ ഉണ്ടായിക്കണം. ആരിനെ വിളിക്കാൻ പോണം. ആര്യക്ക് ഷിഫ്റ്റ് ഉണ്ട്. നമ്മളെ മാതിരി സാറ്റർഡേ സൺഡേ ഓഫുള്ള മാതിരി അല്ല ആര്യന്റെ. പാവാണ്, കഷ്ടപ്പെടുന്ന കുട്ടിയാണെന്ന്. ഇത് ഓഫീസിലിരുന്ന് ഫുഡ് അടിക്കുന്ന ആളല്ലാന്ന്. പിന്നെ എന്താ പറയാൻ, എന്തൊക്കെ പറയാനോ പ്രത്യേകിച്ച് ഒന്നുമില്ല. ദുബായ് വന്നിട്ട് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് ഒരു 1 ഇയർ ആയി. ദുബായ് വന്ന കഥയാണ്. നമ്മൾ TV-യിൽ കണ്ട ഒരു ദുബായിയേ അല്ല ദുബായ്. ഗൈസ്, അപ്പൊ ഇതാണ് പ്രശ്നം. എന്ത് പ്രശ്നം എനിക്കൊന്നും പറയാൻ കിട്ടില്ല. എനിക്ക് ആൾക്കാർ കുറെ അയക്കാൻ വെച്ചാൽ എനിക്കൊന്നും അധികം പറയാൻ കിട്ടില്ല. എന്നാലും ഞാൻ പറയും. വേർത്തു. ഇപ്പൊ നല്ല ചൂടാണ് ദുബായില്. നമുക്കൊന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയണില്ല. എൻ്റെ അടുത്ത് ഒരു ഫാൻ ഉണ്ടായിരുന്നു, ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് എടുക്കാണ്ടിരുന്നത്. വേർത്തൊലിക്കാണ്. നാട്ടിൽ നിന്ന് ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു ദുബായ്ക്ക് വന്നത്. ദുബായ് കാണാലോ. നമുക്ക് പണ്ട് ചെറുപ്പത്തിൽ ദുബായ് ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ. ആ ഒരു ഇതില് വേഗം കയറിപ്പോന്ന ഞാനായിരുന്നു. ഒരുപാട് പേര് ചോദിച്ചു എങ്ങനെ ദുബായ് വന്നത്, എന്താണ് ജോബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു ഓട്ടോ പാർട്സ് കമ്പനിയിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അതെ അതെ, ഫുഡ് അടിക്കലാണ് അവളുടെ ജോലി. അല്ല നല്ല വർക്കാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു ദുരന്ത ഫ്രണ്ട്സിനൊക്കെ ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ആര്യാണ്. പിന്നെ ഒരു ദുരന്തമായിരുന്നു ആര്യ. ഇവരെങ്ങനെ ഒന്നും കെട്ടിപ്പിടിച്ചിട്ടാണ്, എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. കുറെ നാളായിട്ട് കാണാതിരിക്കുന്നില്ല. ഇവരൊക്കെ ലെബനീസ് ആണോ എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ദുബായിൽ നല്ല ചൂടാണ്. ദുബായിലിപ്പോ ടൂറിന് വരാനും ജോബ് അന്വേഷിക്കാൻ ഡിസ്റ്റന്റ് വിസയിൽ വരാനും പറ്റിയ ഒരു ക്ലൈമറ്റ് ആണ് ഇപ്പൊ. എല്ലാവർക്കും വരാം പറഞ്ഞാൽ എല്ലാവർക്കും വരാം. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ സ്പൈസി കഫേക്കാണ് പോണത്. എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാ പ്രാവശ്യം സ്പൈസി കഫേയിൽ പോവാന്ന് പറയും, പിന്നെ ഞങ്ങള് വേറെ എവിടെയെങ്കിലും ചെന്ന് കയറും. എന്നാ നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ സ്പൈസി കഫേയിലല്ല പോണത്. പ്രീതുവിന്റെ പേരിലുള്ള റെസ്റ്റോറന്റ് ആണ് ഗൈസ്, തള്ളുവണ്ടി. അങ്ങനെ കുറെ നടന്ന് നമ്മൾ സ്പൈസി കഫേയിൽ എത്തിക്കുകയാണ്. നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 20 മിനിറ്റ്സ് പറയണെങ്കിലും കുറെ ടൈം എടുക്കും. അങ്ങനെ തന്നെയാണ്. വീക്കെൻഡ് ആയ ആരും ചോറ് കൂട്ടാനൊന്നും വീട്ടിൽ വെക്കൂല. ഒക്കെ എല്ലാരും പുറത്ത് വന്നിട്ടാണ് കഴിക്കല്. ഗൈസ്, S23 ഉണ്ടതിന്റെ അഹങ്കാരമാണ് അവൾക്ക്. കഴിഞ്ഞ ദിവസം ഒരു ഫോൺ എടുത്തത്, ഇപ്പോഴാണ് അവളുടെ ഫോണിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പറയണത്. S23 ഗൈസ്, S23 പ്രമോഷൻ.
വില വിളിച്ച ആൾക്കാരെ കൂട്ടിന് ഇത് ഓർഡർ ആക്കും. ഇത് കൊറേ നോക്കും കഴിച്ചാൽ ലാസ്റ്റ് ചാർക്കോൾ തന്നെ ഓർഡർ ആക്കും. അതാണ് എന്റെ പ്രീതു. ഇതിലൊക്കെ ലാസ്റ്റ് കൊറേ നോക്കിയിട്ട് നമ്മൾ ഓർഡർ ആക്കിയത് ചാർക്കോളാണ്. ചാർക്കോളാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്. ജിമ്മിനൊന്നും പോണില്ല, ജിമ്മൊക്കെ നിർത്തി പ്രീതു. എനിക്ക് ജിമ്മിന്റെ ആവശ്യമില്ല, ഞാൻ ഓൾറെഡി ഹെൽത്തി ആണ്. ഇതെന്താ ഇത് ഡിബേറ്റാ? ജിമ്മ് ഇപ്പം നിർത്താൻ കാരണം ഉമ്മാക്ക് ഇന്നെ തടിച്ചിട്ട് കാണണം, അതുകൊണ്ടാണ് ഞാൻ ജിമ്മ് നിർത്തിയത്. അല്ലാതെ ഫുഡ് ഒഴിവാക്കാൻ പറ്റാഞ്ഞിട്ടല്ല. ഗൈസ്, അങ്ങനെ നമ്മൾ സൂപ്പ് വന്നിട്ടുണ്ട്. നാട്ടിലൊന്നും ഇങ്ങനെ ഹോട്ടലില് സ്റ്റാർട്ടറായിട്ട് സൂപ്പൊന്നും കിട്ടൂല, പക്ഷെ ദുബായിൽ കിട്ടും. പാലക്കാടുള്ള റെസ്റ്റോറന്റിൽ കിട്ടില്ല. നീ അവിടുന്ന് വണ്ടി കയറിയപ്പോ തൊട്ട് പാലക്കാടിന്റെ വികസനം വന്നത്. പാലക്കാടില്ലെങ്കിൽ നല്ല വികസനമുണ്ട്. ലുലു മാളൊക്കെ പാലക്കാട് വന്നിട്ടുണ്ട്. സൂപ്പ് ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യുക, എന്നിട്ട് ഷോപ്പിൽ പോയിട്ട് അല്ല റെസ്റ്റോറന്റിൽ പോയിട്ട് സൂപ്പ് കഴിക്കാം. ഞാൻ വിചാരിച്ച ഷോപ്പിൽ പോയിട്ടോ സാധനം വാങ്ങി ഉണ്ടാക്കി കഴിക്കാതെ പറയുന്നത്. ഓക്കെ, അടുത്ത സിനിമയിൽ ചേട്ടൻ എടുത്തിരിക്കുന്നത്. താങ്ക് യു. അത് നമ്മളുടെ ഫുഡ് വന്നിരിക്കുകയാണ്. ആരിന്റെ പൊലിവ് കണ്ടില്ലേ? നമ്മൾ ഓർഡർ ചെയ്തത് എന്താണ്? തന്തൂരിയോ? അല്ല, കാശ്മീരി. കാശ്മീരി ചില്ലി, കാശ്മീരി. അത് രണ്ടു വാക്കൂടെ ഞാൻ കൂടുതൽ എക്സ്ട്രാ ഇടാം. അയ്യോ, അത് വേണമായിരുന്നു. മനസ്സിലായില്ല. ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് നമ്മുടെ കാശ്മീരി ചില്ലി ചാർക്കോള് കഴിച്ചായിട്ട് ഒരു സംഭവം വന്നിട്ടുണ്ട്. പേരൊന്നും അറിയില്ല. നല്ല ലുക്കേമ കൊള്ളാം, കഴിക്കാതെയും. കൊള്ളാം ഗൈസ്, കൊള്ളാം. പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊരു ചെറിയ ഗ്ലാസ് സുലൈമാനിയും കൂടിയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മള് കറാമ പാർക്കിക്ക് പോവാണ്. ഗൈസ്, കുറെ പേര് ചോദിച്ചു എൻ്റെ അടുത്ത് ദുബായിൽ എങ്ങനെ ജോബ് കിട്ടുക. നിങ്ങൾ നാട്ടിൽ നിന്നിട്ട് ദുബായിൽ ജോബ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടൂല. നിങ്ങൾ ദുബായ് വരണം, അതും ഈ ചൂടത്ത് വരണം. എന്നിട്ട് ഇന്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ജോബ് കിട്ടും. അങ്ങനെയാണ് നമുക്ക് ജോബ് കിട്ടുക. ഞാൻ ഈ വ്ളോഗ് ഇടുമ്പോൾ എല്ലാവരും വിചാരിക്കും ദുബായിൽ നല്ല സുഖമാണ്, ദുബായ് നല്ല രസമാണ്, അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കും. അങ്ങനെയല്ല. ഡെയിലി പണിക്ക് പോകണം, രാവിലെ നേരത്തെ നീക്കണം, ഡെയിലി വെയിലത്ത് നടന്നിട്ട് വേണം ഡ്യൂട്ടിക്ക് പോവാന്. മതി ഓവറാക്കണ്ട. പിന്നെ ഓഫീസിലാണെങ്കിൽ ഒടുക്കത്തെ തണുപ്പത്തൊക്കെ ഇരുന്നിട്ട് വർക്ക് ചെയ്യണം. ഒടുക്കത്തെ തണുപ്പോ? അത് AC ഇടുന്നുണ്ടല്ലോ. എന്നാ നീ പുറത്തിറങ്ങി ഇരുന്നിട്ട് ചൂടത്ത്. അതെ, പുറത്തിറങ്ങി ഇരുന്നിട്ട് ലാപ്പും കൊണ്ട് പുറത്തിറങ്ങി ഇരുന്നാൽ മതി. അതാണ് ദുബായിലെ ദുബായ് ഫ്രെയിം. ഇത് ദുബായിലെ 2 കൊരങ്ങികള്. ദുബായ് വന്നിട്ട് 1 year ആയിട്ടുണ്ടെങ്കിലും നമ്മൾ കൂടുതലും എക്സ്പ്ലോർ ചെയ്തതും കറാമയിലാണ്. റീസൺ എന്താണെന്നറിയാമോ? ഇവർക്ക് ഫുഡാണ് മെയിൻ. കറാമയിലുള്ള മിക്ക ഹോട്ടലും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതെ. എന്നിട്ട് എന്താണ് കഴിച്ചത്? എല്ലായിടത്തും ചാർക്കോൾ മന്തി ചാർക്കോൾ. എനിക്ക് എന്താ പറയാനുള്ളത്, ഞാൻ ഈ മെയിൻ ആയിട്ട് ഈ വീഡിയോ എടുക്കാൻ കാരണം ഞാൻ ദുബായ് വന്നിട്ട് ഒരു 1 year അതിന്റെ ഒരു ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെയാണ്, എന്നെ പറ്റിക്കും. അപ്പൊ ഒന്നുമില്ല. എന്തൊക്കെ ഉദ്ദേശിക്കുന്നത് ഞാന്? നല്ല കഷ്ടപ്പാടാണെന്നാണ് കുട്ടി ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞങ്ങളെ പോലെ നല്ല ഫ്രണ്ട്സിനെ കിട്ടി. ഇല്ല, കഷ്ടപ്പാടല്ല. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, എനിക്ക് നല്ലൊരു ജോബാ കിട്ടിയിരിക്കണത്. നല്ല കൊളീഗ്സും നല്ല ഫ്രണ്ട്സും പറയാൻ പറഞ്ഞതാണ് കേട്ടോ. ഗൈസ്, നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, ജോബിന് കയറണം. ആദ്യം ഒരു കല്യാണത്തിന് മുൻപൊക്കെ ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ജോലിയൊക്കെ കിട്ടി ഫാമിലി ആയിട്ട് മാറി നിന്ന് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണം. നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചാലാണ് നമുക്കൊരു ഫാമിലിയിലൊക്കെ പോയി കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് അവിടെ സ്റ്റേൺ ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഇതാണ് കറാമ പാർക്ക്. കറാമ പാർക്കിൽ വീക്കെൻഡിൽ ആർക്കും ഉറക്കം ഉണ്ടാവില്ല. പ്രീതു അയാളുടെ പിന്നാലെ പോവാണ്ട് നമ്മളുടെ ഒപ്പം നിക്ക്.
തള്ളയക്കണോ ഗൈസ്? തള്ളയാണ്. ഞാനാണ് ചെറിയ പുത്രി. കൊച്ചാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ. കുരുന്നാണ്. പക്ഷെ എനിക്കാണ് ഹൈറ്റ്. സ്മാർട്ടസ്റ്റ് ആരാണ് പറയൂ. സ്മാർട്ടസ്റ്റ് സത്യം മാത്രമേ പറയാവുള്ളൂ. ആരാണ് സ്മാർട്ടസ്റ്റ്? ഞാനാണ് ഈ കൂട്ടത്തിലെ സ്മാർട്ട്. ഗൈസ് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് നടന്ന് ക്ഷീണിച്ചപ്പോ നമുക്ക് ജ്യൂസ് കുടിക്കാൻ തോന്നി. ഈ ചൂടത്ത് നിങ്ങൾക്ക് 10 സെക്കൻഡ് ജ്യൂസ് കുടിക്കുന്നതാണ് നല്ലത്. അതിന് നിങ്ങൾക്ക് എവിടുന്നും കിട്ടും, ദുബായിന്ന് എവിടുന്നും കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഒരു ടെൻഡർ കോക്കനട്ടും വാങ്ങിയിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് ടെൻഡർ കോക്കനട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ്. ഇതെന്താ എക്കോ ആണോ? പൊട്ടത്തിന് പറയും അങ്ങനെ ഫണ്ണിയസ്റ്റ് അല്ലേ? പൊട്ടത്തിന് മാത്രം. കരയണതോ ചില സന്ദർഭങ്ങളിൽ. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവരിഷ്ടപ്പെടണ്ട, എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ ബൈ. നമ്മള് അപ്പൊ നമ്മൾ ഇന്നത്തെ വീക്കെൻഡ് കഴിഞ്ഞിരിക്കണം. ഞാനും പ്രീതും യൂണിയനിക്ക് പോവുകയാണ്. നമ്മൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പൊ ഗൈസ് ബൈ ബൈ. ബൈ ബൈ പറയാം. ബൈ ബൈ.